ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ട് നമുക്ക് മുന്നിലെത്തി കഴിഞ്ഞു. ഈ ഒരു വർഷത്തിൽ പ്രപഞ്ചത്തിലെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നിവയുടെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2026 ഒക്ടോബർ വരെ കർക്കിടകത്തിലും പിന്നീട് ചിങ്ങത്തിലും വീണ്ടും കർക്കിടകത്തിലുമൊക്കെ മാറി മാറി സഞ്ചരിക്കുന്ന വ്യാഴം, 2027 ജൂൺ വരെ മീനത്തിലും പിന്നീട് മേടത്തിലുമൊക്കെ സഞ്ചരിക്കുന്ന ശനി, ഒപ്പം 2026 ഡിസംബറിലെ രാശി മാറുന്ന രാഹു, കേതുക്കൾ. ഈ ഗ്രഹസ്ഥിതികൾ കാർത്തിക നക്ഷത്രക്കാരുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, അതുപോലെ കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മുൻകരുതലുകളാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഗ്രഹദോഷങ്ങളൊക്കെ മാറാൻ എന്തൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. വിശദമായി ഫലത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷം നേരിടുന്ന പ്രധാന ഗ്രഹസ്ഥിതി ഒന്ന് മനസ്സിലാക്കാം. സൂര്യന് അധിപനായ നക്ഷത്രമാണ് കാർത്തിക. മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ട് ഈ നക്ഷത്രം വരുന്നുണ്ട്. ഈ വർഷം വ്യാഴം ഒക്ടോബർ വരെ അനുകൂല ഭാവത്തിലാണ്. എന്നാൽ ശനി മീനത്തിൽ തുടരുന്ന സമയം വരെ 2027 ജൂൺ വരെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. അതിനുശേഷം ശനി മേടത്തിലേക്കൊക്കെ മാറുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ്. 2026 ഡിസംബർ രാഹു മകരത്തിലേക്കും കേതു കർക്കിടകത്തിലേക്കുമൊക്കെ മാറുന്നതും നിങ്ങളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലുമൊക്കെ വലിയ സ്വാധീനമൊക്കെ ചെലുത്തുന്നതാണ്. പൊതുവെ സമ്മിശ്രമായ എന്നാൽ വലിയ അനുഭവ പാഠങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു വർഷമായിരിക്കും 1202 ആണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആദ്യം തന്നെ നിങ്ങളുടെ തൊഴിൽ, ബിസിനസ് മേഖലകൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 2026 ഒക്ടോബർ വരെ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയൊക്കെ ഉള്ളതിനാൽ തൊഴിലിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ 2026 ഡിസംബറിലെ രാഹു കേതുക്കളുടെ മാറ്റവും ശനിയുടെയൊക്കെ സ്ഥാനവും കാരണം സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ഒക്കെ ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങളുടെ വാക്കുകൾ ജോലിസ്ഥലത്ത് തെറ്റിദ്ധരിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിലൊക്കെ കടുത്ത നിയന്ത്രണം വേണം. ഒക്ടോബറിന് ശേഷം പ്രമോഷനോ തൃപ്തികരമായ സ്ഥലം മാറ്റത്തിനോ ഒക്കെയുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് 2026 ഒക്ടോബർ വരെയുള്ള സമയം വളരെ മികച്ചതാണെന്ന് തന്നെ പറയാം. പുതിയ നിക്ഷേപങ്ങളൊക്കെ ഇറക്കാൻ ധൈര്യമായിട്ട്. എന്നാൽ 2026 ഡിസംബറിന് ശേഷം വലിയ സാമ്പത്തിക റിസ്കുകളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക. പങ്കാളിത്ത കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അക്കൗണ്ടുകളൊക്കെ കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും ഒരു സുതാര്യത നിലനിർത്തേണ്ടതാണ്. 2027 ജൂണിന് ശേഷം ശനി മേടത്തിലേക്കൊക്കെ മാറുന്നതോടെ ബിസിനസ്സിലെ പുതിയൊരു ദിശാബോധമൊക്കെ കൈവരുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വശം നോക്കാം. 1202 ആണ്ടിൽ കാർത്തിക നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില ഉയർച്ച താഴ്ചകളൊക്കെ നിറഞ്ഞതായിരിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വരവൊക്കെ വർദ്ധിക്കും എങ്കിലും അനാവശ്യ ചെലവുകളും വന്നു ചേരാം. വ്യാഴം രാശിയൊക്കെ മാറുന്ന ഒക്ടോബർ 2026 മുതൽ ജനുവരി 2027 വരെയുള്ള കാലയളവിൽ അപ്രതീക്ഷിത ചെലവുകളൊക്കെ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ വീടൊക്കെ പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകളൊക്കെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നതോ ഒക്കെ ഈ വർഷം പൂർണ്ണമായും ഒഴിവാക്കണം. കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ എന്തായാലും ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന സമയമാണ്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ഈ വർഷം വിട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കാം. 2026 ഡിസംബറിൽ കേതു കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ക്ഷമ പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ ഈഗോ പലപ്പോഴും ബന്ധങ്ങളിലൊക്കെ വിള്ളൽ ഉണ്ടാക്കാൻ കാരണമായേക്കാം. അതൊക്കെ നിയന്ത്രിച്ച് പോകേണ്ടതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഉള്ളതിനാൽ വലിയ തകർച്ചകളൊന്നും ഉണ്ടാകാൻ സാധ്യതയുമില്ല. മക്കളുടെ വിവാഹകാര്യത്തിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഈ വർഷം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ്.
ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാർത്തിക നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം കഠിനാധ്വാനം ആവശ്യമായ വർഷമാണ്. 2026 ഡിസംബറിലെ രാഹുവിൻ്റെ മാറ്റം പഠനത്തിലൊക്കെ അല്പം ശ്രദ്ധക്കുറവോ മടിയോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ ഉപയോഗം അതൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ പരീക്ഷകളിൽ മാർക്കൊക്കെ കുറയാനും സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ഒരു രണ്ടാം പകുതിയിൽ 2027 ജൂണിനൊക്കെ ശേഷം മികച്ച അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ കാർത്തിക നക്ഷത്രക്കാർ ഈ വർഷം ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ സ്ഥിതി കാരണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ എന്തെങ്കിലും ജോയിൻ പെയിന്, മുട്ടുവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ ശീലിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തുക. പ്രത്യേകിച്ച് രാത്രികാല യാത്രകളൊക്കെ കുറയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നന്നായിരിക്കും. ഗ്രഹസ്ഥിതിയിലൊക്കെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായ ഈശ്വരവചനത്തിലൂടെയും പരിഹാരത്തിലൂടെയൊക്കെ നമുക്ക് ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനും സാധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർ ഈ 1202 ആണ്ടിൽ ചെയ്യേണ്ട പ്രധാന ഗ്രഹദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ്. അതിനാൽ ദിവസവും രാവിലെ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി ശിവന് ധാര, പുറകുവിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതുപോലെ ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത മുരുകനാണ്, സുബ്രഹ്മണ്യൻ. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതമോ അതുപോലെ ഭസ്മാഭിഷേകമോ ഒക്കെ നടത്തുന്നത് നിങ്ങളുടെ തൊഴിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടായെങ്കിൽ അതൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. അതുപോലെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ ദോഷങ്ങളിൽ നാഗദൈവങ്ങൾക്ക് നൂറും പാലും വഴിപാടൊക്കെ കഴിക്കുന്നതും കേതു ദോഷത്തിനായിട്ട് ഗണപതിക്ക് കർഗമാല ചാർത്തുന്നതുമൊക്കെ ഗുണം ചെയ്യും. ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നതും നല്ലതാണ്. ഈ പരിഹാരങ്ങളൊക്കെ പൂർണ്ണ വിശ്വാസത്തോടെയൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ഗ്രഹങ്ങളുടെ ദോഷത്തിൻ്റെ തീവ്രതയൊക്കെ കുറയുന്നതാണ്. ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാകും എങ്കിലും ബുദ്ധിയോടെയും ഈശ്വരവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോയാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് മികച്ച വിജയങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.